തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന അധികം ആരും അറിയാത്ത എന്നാൽ നല്ല മനോഹരമായ ഒരു ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് പോവേണ്ടത് ഈ ഇടവഴിയിൽ കൂടെയാണ്. ഒരു 200 മീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. നമുക്ക് പോവാം. ഒരു സമയം ഒരാൾക്ക് നടക്കാൻ പറ്റിയ ഒരു വീതിയുള്ള ഈ വഴിക്ക്. അപ്പോൾ 2 വീലർ ഒന്നും ഇതുവഴി പോവില്ല. കുറച്ചിങ്ങനെ നടക്കുമ്പം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ദൂരെ പോയി നോക്കാം. വഴിയുടെ ഇരുവശത്തുമായി മതിലുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ചെടികൾ, ഒരു സൈഡ് ഫുള്ള് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ബാക്ക് വശത്താണ് ഈ ബീച്ച് വരുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സ്ഥലം എത്തിപ്പെടാത്തത്. ഈ ഒരു സ്ഥലം ഇപ്പോൾ തന്നെ നല്ല കടലിടുമ്പുന്ന സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പോൾ ഈ 2 സൈഡിലും റിസോർട്ട്സ് ആണ്. കുറേ ഫോറിനേഴ്സ് പറയുന്ന റിസോർട്ടുകളാണ് 2 സൈഡിലും ഉള്ളത്. നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മൾ ഈ സ്പോട്ടിലോട്ട് എത്തിച്ചേരാൻ. ഞങ്ങൾ ചെന്ന സമയത്ത് കുറേ കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രൈവസിയിൽ വീഡിയോ എടുക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടല്ല. അതുകൊണ്ടാണ് അവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ എടുക്കാഞ്ഞത്. നിറയെ കപ്പിൾസ് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ പ്ലേസ്. നല്ല പച്ചപ്പും നല്ല തണുത്ത കാറ്റും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതുവരെ ഇവിടെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. നീല നിറമുള്ള കടൽ വെള്ളമാണ്. വേറെ ഏത് ബീച്ചിൽ പോയാലും ഇങ്ങനെ ഇത്ര നല്ല ഭംഗിയുള്ള ഒരു വ്യൂ കിട്ടുമെന്ന് അറിയില്ല. അത്യാവശ്യം കപ്പിൾസ് ഒക്കെ വരുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആഴിമല ടെമ്പിളിന്റെ കുറച്ച് അടുത്തായിട്ടാണ് ഈ ബീച്ച് ഉള്ളത്. അധികം ആർക്കും അറിയാൻ പറ്റാത്ത തിരുവനന്തപുരത്ത് നല്ലൊരു ഹിഡൻ സ്പോട്ടാണിത്. കുറച്ച് കടൽക്ഷോഭമുള്ള ടൈമാണെന്ന് തോന്നുന്നു. ഇവിടെ റെഡ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടലിൽ നിന്നൊക്കെ ഇവിടെ വരെ കയറി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ ഇങ്ങോട്ട്. കണ്ടോ, ഇവിടെ ഒരു റിസോർട്ടിന്റെ ബാക്ക് വശത്താണ് ഈ ബീച്ച് ഉള്ളത്. സത്യം പറഞ്ഞ മക്കളെ, ഏതോ ദ്വീപിലൊക്കെ ചെന്ന പോലത്തെ ഒരു അത്ര ഒരു ഭംഗിയായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഇപ്പോൾ ആരെങ്കിലും പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ
ഗൂഗിൾ മാപ്പിൽ ഗിൽ ബീച്ച് എന്ന് അടിച്ചാൽ മതി, ലൊക്കേഷൻ കാണിച്ചു തരും. ഇത് മറ്റേ പായൊക്കെ നെയ്യുന്ന തഴ, അത് കൈതെന്നെന്തോ പറയണുണ്ട് സംഭവം. എനിക്ക് അറിഞ്ഞൂടാ, എക്സാക്റ്റ് ഇതിൻ്റെ നെയിം എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു മരം ഇവിടെ നന്നായിട്ട് കുറേ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഫ്രൂട്ട്. ഇവിടെ ഒരു മാമ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മാമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കൈത എന്നാണ് പേര്. കൈത ഇതിൻ്റെ ഫ്രൂട്ട് കണ്ട നല്ല പല കളറിൽ കണ്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല പച്ച കളറ്, അത് കുറച്ചും കൂടെ പഴുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു കേട്ടത്. ഇത് കണ്ട നല്ലൊരു ഓറഞ്ച് കളറിൽ അത് നല്ല പഴുത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ കുറേ ഇവിടെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇത് ചില ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളെന്തായാലും അത് റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ കുറേ സംഭവങ്ങൾ ഇത് കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. ഇവിടെ കണ്ട കടൽ ഇവിടെ വരെയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളം ഇവിടെ വരെയൊക്കെ വരുന്നതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. കണ്ട ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പാറയാണ്. അപ്പം വളരെ സൂക്ഷിച്ച് വേണം കയറുമ്പോൾ. താഴെ ബീച്ചാണ്. ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ. ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. കപ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. വരുന്നവർ സ്നാക്സോ വെള്ളമോ എന്തെങ്കിലും കയ്യിൽ കരുതുക. കാരണം ഇവിടെ അടുത്ത് ഷോപ്പുകളൊന്നുമില്ല. സ്നാക്സോ വെള്ളം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ പുളിങ്കുടി ജംഗ്ഷൻ പോകണം. അത് കുറച്ച് ദൂരമാണ്. അപ്പോൾ വരുന്നവർ അത് കയ്യിൽ കരുതുക. കപ്പിൾസിനും ഈവനിങ് വാക്കിനും ഒക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്പോട്ടാണിത്. ഇതിന് ബാക്കിൽ റിസോർട്ടാണ് വരുന്നത്. വിഴിഞ്ഞം പോർട്ട്. ഇത് നോക്കാം, ബീച്ച് കാണാം. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫുൾ വ്യൂ. കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫോട്ടോ ഷൂട്ടിംഗ്, പ്രീ വെഡിങ് ഷൂട്ടിങ്ങിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടാണിത്. ലൊക്കേഷൻ വരുന്നത് വിഴിഞ്ഞം പുളങ്കുടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് 600 മീറ്റർ മാറി കഴിവൂർ നിർമ്മയ റിസോർട്ടിന്റെ ബാക്ക് വശത്താണ്.